സംസ്ഥാനത്ത് ആശങ്കയുയർത്തി പകർച്ചപ്പനി വ്യാപനം കുറവില്ലാതെ തുടരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രതിദിനം 7000-ലധികം കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും ഭാഗത്ത് നിന്ന് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകാത്തതാണ് പനി പടർന്നു പിടിക്കാൻ കാരണമാകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. കേരളത്തിൽ പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ദിനംപ്രതി 7000-ലധികം ആളുകളാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം മലപ്പുറം ജില്ലയിലാണ് രോഗവ്യാപനം ഏറ്റവും രൂക്ഷം. 1202 പേരാണ് മലപ്പുറത്ത് മാത്രം കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയത്. തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് 695 പേർക്കും, തൃശൂരിൽ 691 പേർക്കും, കോഴിക്കോട് 660 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. മറ്റ് ജില്ലകളിലും പനിബാധിതരുടെ എണ്ണം ഉയരുകയാണ്. എറണാകുളത്ത് 584 പേരും, പാലക്കാട് 572 പേരും, കാസർഗോഡ് 527 പേരും കഴിഞ്ഞ ദിവസം ചികിത്സ തേടി. കണ്ണൂരിൽ 440, കൊല്ലത്ത് 417, ആലപ്പുഴയിൽ 386, പത്തനംതിട്ടയിൽ 322 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ. വയനാട്ടിൽ 221 പേർക്കും, കോട്ടയത്ത് 212 പേർക്കും, ഇടുക്കിയിൽ 208 പേർക്കും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ട പബ്ലിക് ഹെൽത്ത് മുൻകരുതലുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും പാളിയതാണ് ഇത്രയധികം രോഗവ്യാപനത്തിന് കാരണമായതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. ആശുപത്രിയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ നടപടികളും കാര്യക്ഷമമല്ല. വരും ദിവസങ്ങളിലും പനിബാധിതരുടെ എണ്ണം ഉയർന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖല വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.